ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പം ഉള്ളത് ദൗക്കിയിലാണ്. ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഏകദേശം ലേറ്റായി, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ദൗക്കി ഒന്ന് കറങ്ങി, പക്ഷേ ലേറ്റ് ആയിട്ടാ. അപ്പോൾ നമ്മുടെ എല്ലാ ചിലവും അവരാണ് നോക്കിയത്. അതിന് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ. കാരണം ഏകദേശം ഒരു 800 രൂപ വരും കേട്ടോ നമ്മൾ ദൗക്കിയിലൂടെ പോയാൽ. ശരിക്കും അവർക്ക് കുറച്ച് ബിസി കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അവർ പെട്ടെന്ന് പോയത്. അവർ ഏകദേശം 4 മണിയായപ്പോൾ രാവിലെ പോയി. അവർ നേരെ പോയത് ക്രംചുംബ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോയേക്കണം. അപ്പോൾ നമ്മൾ ഇന്നലെ കിടന്നത് ഇവിടെയാണ്. ഇതിൻ്റെ ഉൾപ്പെടെ ഭക്ഷണം അതേപോലെ തന്നെ എല്ലാം നമുക്ക് വേണ്ടി ചെയ്തത് അവരാട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം റോഡ് എന്ന് പറയുന്നത് ഭയങ്കര മോശമാട്ടോ. ദൗക്കിയിലേക്ക് വരുന്ന റോഡ് ഭയങ്കര മോശമാണ്. ഞാനപ്പോൾ അതുകൊണ്ട് സൈക്കിള് അവർ പറഞ്ഞ് അതിലേക്ക് കയറ്റിക്കോ, അവർ കൊണ്ട് ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതിനും നന്ദി കേട്ടാ. അപ്പോൾ എന്തായാലും നമ്മൾ പറ്റുമെങ്കിൽ ദൗക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങും, ജസ്റ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ആദ്യം ഇറങ്ങാം കേട്ടോ. നമ്മളപ്പോൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങി പയ്യെ യാത്ര ചെയ്ത് ഇപ്പോൾ നമ്മൾ പോണത് ലാൻഡ് പോർട്ടിലേക്കാണ്. നമുക്കിപ്പോൾ ഒരു കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ പറ്റുമെങ്കിൽ നമുക്ക് ദൗക്കിയിലൊന്നും കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അതും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വിത്തൗട്ട് കോസ്റ്റ് ആയിട്ടായിരിക്കാം, ഒരു പിടുത്തമില്ല. എന്താ സംഭവം എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ എന്തായാലും അത് ഡീറ്റെയിൽ അറിഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ പോണ റൂട്ടാണ്. നമ്മൾ അവിടെ നിന്നാണ് ഇന്നലെ വന്നതാണ്. ദൗക്കി മെയിൻ എൻട്രൻസ് അവിടെ നിന്നാണ്. പിന്നെ ഇവിടെ ഒരു ലാൻഡ് പോർട്ട് ഉണ്ടെന്നാണ് പറഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഇതിലേക്ക് പോണേണ്. എന്തായാലും അവിടെ ചെന്നിട്ട് കാണിച്ചു തരട്ടെ എന്താ സംഭവം എന്ന്. നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഞാൻ പറഞ്ഞില്ല, അവർ പോയി രാവിലെ. അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ അവിടെ എത്തിയെന്നാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് അവർ നേരെ തിരിക്കുമെന്നാണ് കേട്ടത്. അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൻ്റെ അടുത്താട്ടോ. ആ ബോർഡറിൻ്റെ അടുത്ത് കാണുന്ന വീടുകളാണ്. ശരിക്കും ഇതിൻ്റെ അപ്പുറത്തൊക്കെ അടിക്കൊന്ന് ക്യാമ്പാണെന്ന് തോന്നുന്നുണ്ടോ. നമ്മളെ പോണേക്ക് വീണ്ടും കുറച്ച് ആൾക്കാർ. ഹായ്, യുവർ നെയിം? ഓ Rajaranjan. You're from? I'm from Jharkhand. Oh, Jharkhand. Yeah. I'm from West Bengal. West Bengal. Okay. Here any Just tourism. Come here to visit. Oh, how is Dawki? It's fine. Just fine. You might do boating here. Yeah, yes. Actually, yesterday I visited evening, but there is no light and video is not good. Today I have planned just visit here and then Yeah, you must visit boat. is the Tamabil border. Yeah. നമ്മളിപ്പോൾ ബോർഡർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സി യു. നമ്മളെ അങ്ങനെ വീഡിയോ എടുത്ത് വന്നപ്പോഴാണ് അവരെ കണ്ടത്. നമ്മളിപ്പോൾ ശരിക്കും പോണ റൂട്ട് എന്ന് പറയുന്നത് ഹായ്. അപ്പോൾ നമ്മളെ പോണ റൂട്ട് എന്ന് പറയുന്നത് തമാമിൽ ബോർഡറാണ് കേട്ടോ പോണ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ബോർഡർ സൈഡിലുള്ള വീടുകളാണ്. ഇവിടെയൊക്കെ മിക്ക സ്ഥലത്തും BSF-കാരുണ്ട് കേട്ടോ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അവരുടെ തീഞ്ഞതിലാണ്. കാരണം ബോർഡർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് BSF ആണ് കേട്ടോ. അപ്പോൾ അടുത്താണ് തമാമിൽ ബോർഡർ. അതായത് ഇവിടെയൊക്കെ എന്തൊരു ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. എനിക്ക് കറൻസി ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്നത്. അതായത് അതന്നെ, ഇത് ഇവിടെ നിന്ന് സത്യം പറഞ്ഞതിനുണ്ടല്ലോ, നമുക്ക് ഇവിടെ നിന്ന് ബംഗ്ലാദേശ് കടക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരുപാട് കരിങ്കല്ലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലോറിക്ക് ബംഗ്ലാദേശ് പോകുന്നുണ്ട്. അവിടെ ഒരു ലോറി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഇവിടെ കറൻസി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. ബംഗ്ലാദേശിൻ്റെ കറൻസി വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാട്ടെ. ഇവിടെ കണ്ടില്ലേ തമാമിൽ ദൗക്കി ബോർഡർ. കാരണം ഇവിടെ ഒരു ഇതാണ്, കടയും കാര്യങ്ങളൊക്കെയാണ്, ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ട്രക്കൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിലൊക്കെ ഫുള്ള് കല്ലാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കല്ല് കൊണ്ടുപോകണ ഇതാണ് കേട്ടോ. ഈ കാണുന്നതാണ് തമാമിൽ ബോർഡർ. നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. നമ്മളങ്ങനെ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് കിടക്കാൻ വേണ്ട. ഈ കാണുന്നതാണ് തമാമിൽ ബോർഡർ. നമ്മുടെ ഇന്ത്യയുടെ ഇതാണ് കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ കയറാമെന്നാണ് പറഞ്ഞത്. സാർ, എനിക്ക് തോന്നുന്നു ആ ഒരു മഞ്ഞ ഇതില്ല, ആ ഒരു 0 ഇത് വരെ പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നട്ടാ. അല്ലല്ലേ, ഇതിൻ്റെ അപ്പുറത്ത് ബംഗ്ലാദേശാണ്. ഇത് BSF ആണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അവിടെ എന്താണ് ബോർഡർ ഗൈഡ് ബംഗ്ലാദേശ് BGB ആണ് അവിടെ വരുന്നത്. ഇതൊക്കെ ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് പോകണ കല്ലൊക്കെ ആയിട്ട് വന്ന വണ്ടികളാണ്. ആ ട്രക്ക് എന്നൊക്കെ പറയുന്ന കല്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് കൂടി ഇപ്പോൾ ഉണ്ട്. ഇന്ത്യയുടെ ഫ്ലാഗ്, ബംഗ്ലാദേശിൻ്റെ ഫ്ലാഗ് കേട്ടോ. ഇത് ബംഗ്ലാദേശിലെ ഇതാണ് ആൾക്കാരൊക്കെയാണ് നോക്കുന്നത്. ഇവിടം വരെ പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റൂല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബോർഡർ സൈഡിലാണ്, ബോർഡറിലാണ്. ഇപ്പുറത്ത് നിൽക്കുന്നത് ബംഗ്ലാദേശിലെ ആൾക്കാരാണ്. ഹായ്, ആപ്കാ നാം ക്യാ ഹൈ? मेरा नाम नोबेल. नोबेल, अमंत, अनंत. आप किधर का है प्रॉपर? बांग्लादेश का किधर? बांग्लादेश, मायवन सिंह.
മൈമൻസിംഗ് ഓക്കെ. ബംഗ്ലാദേശിലുള്ള കേട്ടോ, കാരണം നമ്മൾ ഇന്ത്യയിലും ഇതിപ്പോൾ ബംഗ്ലാദേശിലും കേട്ടോ. കാരണം ബംഗ്ലാദേശിൻ്റെ ഫ്ലാഗ് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് വണ്ടികൾ വന്ന് നിർത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഇന്നപ്പോൾ ഇവർ വർത്താനം പറഞ്ഞിട്ടോ. ഓക്കെ അല്ല, ഒരുപാട് ആൾക്കാർ കുറച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഇപ്പം ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. കണ്ടില്ലേ, ഇതാണ് തമാമിൽ ബോർഡർ കേട്ടോ. നമുക്കിനി ഇവിടെ ഒരു കസ്റ്റംസിൻ്റെ എന്തൊരു ഓഫീസുണ്ട്, അങ്ങാടേക്ക് പോകണം. അവിടെ നമ്മളൊരു സാറുണ്ട് കേട്ടോ. ആ സാറ് നമ്മളെ വിളിച്ചതാണ്. അപ്പോൾ പോകണോട്ടോ. വെൽക്കം ടു ബംഗ്ലാദേശ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ റൂട്ടൊക്കെയാണ് വണ്ടി കാര്യങ്ങളൊക്കെ പോണത്. കണ്ടില്ലേ, ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളിപ്പോൾ കറക്റ്റ് നിൽക്കുന്നത് ബോർഡറിലാണ് കേട്ടോ. ഇത് കറക്റ്റ് നമ്മുടെ ദൗക്കിയിലാണ് കേട്ടോ വന്നത്. ഞാനിങ്ങനെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആരെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പുറത്ത് വന്നേക്കണത്. പിന്നെ ഉള്ളത് ഇവിടുത്തെ BSF-കാരാണ് കേട്ടോ. അവരെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റില്ല, കാരണം ഇനിയിപ്പോൾ അവരുടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പണിയാണ്ട. എനിക്ക് തോന്നുന്നു ബൈക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വേറെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നട്ടാ. ഈ റൂട്ട് തന്നെ ആയിരിക്കും വന്നത്. അവിടെ ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ബംഗ്ലാദേശൊക്കെ ഒന്ന് കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ പാസ്പോർട്ട് വേണം, പിന്നെ അതുപോലെ തന്നെ വിസ വേണം കേട്ടോ. നമ്മുടെ കയ്യിൽ അതിനുള്ള ബഡ്ജറ്റൊന്നും ഇല്ല. പാസ്പോർട്ട് എടുത്തിട്ടില്ല. പാസ്പോർട്ട് എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഭൂട്ടാൻ പോകണമെങ്കിൽ പാസ്പോർട്ടും വേണം, പിന്നെ അതുപോലെ തന്നെ ഒന്നല്ലെങ്കിൽ നമുക്ക് വോട്ടർ ID വേണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇനിയിപ്പോൾ അങ്ങാടേക്ക് ഫോട്ടോ എടുക്കാൻ ആരും ഇല്ല ഇവിടെ, അല്ലെങ്കിൽ ആരെയും കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാമെന്ന് കേട്ടോ. നമ്മൾ നിൽക്കണം, അതിലുണ്ടാകുന്ന നോക്കട്ടെ, വരുമെങ്കിലും ഒരു ഫോട്ടോ എടുപ്പിക്കാറുണ്ട്. നോക്കാം, അവിടെ കുറച്ച് വണ്ടിക്കാർ ഇപ്പം കേട്ടോ, ഒന്ന് ചോദിച്ചു നോക്കാറുണ്ട്. ഇവരെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റില്ല, ഇവരുടെ ഡ്യൂട്ടിക്ക് ഇരിക്കണോണ്ടേ, അല്ലെങ്കിൽ അവർക്ക് പണിയാവും. എന്തായാലും നോക്കാം. അങ്ങനെ നമ്മൾ തമാമിൽ ബോർഡറിൽ നിന്നും ഇറങ്ങിയിട്ടാ. എനിക്കൊന്നും ഇവിടെ മറ്റേ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു അങ്ങാടേക്ക് ക്രോസ് ചെയ്യാമെന്ന് തോന്നട്ടാ. അതായത് ബോർഡർ വഴി നമുക്ക് പറഞ്ഞ പോലെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുവരെ പോയിട്ട് വരാമെന്ന് തോന്നുന്നു. അങ്ങനെ എന്ത് സംഭവം ഉണ്ട് തോന്നട്ടാ. ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ടാ. നമുക്ക് നമ്മുടെ അവിടെ ചെന്നിട്ടൊന്ന് അന്വേഷിച്ച് നോക്കാട്ടാ. ഇവിടെ ഇഷ്ടംമാതിരി ഞാൻ പറഞ്ഞില്ല, കല്ലുകൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും ഫുള്ള് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോണ ട്രക്കുകളാണ് ഈ കാണുന്നത്. ഇതിവിടെ ഒരു കസ്റ്റംസ് ഓഫീസ് ഉണ്ട്. അവിടെ നിന്ന് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ അങ്ങാടേക്ക് പോവുള്ളൂ കേട്ടോ.